നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വനമന്ത്രിയുമായിരുന്ന KP വിശ്വനാഥന് രാഷ്ട്രീയ കേരളം വിട നൽകി. വനം വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾക്കു ശേഷം പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം. തൃശൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഡ്രൈവർ വെന്തു മരിച്ചു. പെരിങ്ങാവ് സ്വദേശി 47 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. സംഭവത്തിൽ വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. എടക്കളത്തൂർ സ്വദേശി 68 വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത്. മകൻ സന്തോഷ് അറസ്റ്റിൽ. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ വണ്ടിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 30ാം വേല ആഘോഷിച്ചു. രണ്ടാം തവണയും 100 ദിന പരിപാടിയുമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കാർഷിക പ്രശ്നങ്ങളിൽ നീതിയുക്തമായി ഉൾപ്പെടുന്നില്ലെന്ന ആരോപണവുമായി ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക അതിജീവന യാത്രയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലാകായികമേള പുതുക്കാട് CG ഹാളിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വനം മന്ത്രിയുമായ KP വിശ്വനാഥന് രാഷ്ട്രീയ കേരളം വിട നൽകി. വനം വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾക്കു ശേഷം ശനിയാഴ്ച 3 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം. മുതിർന്ന നേതാവ് VM സുധീരൻ, MM ഹസൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയാണ് കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ ഡയാലിസിസിനിടെ രക്തസമ്മർദ്ദം താഴ്ന്ന് ഹൃദയാഘാതം സംഭവിച്ച് KP വിശ്വനാഥൻ മരണപ്പെട്ടത്. വെള്ളിയാഴ്ച പുതുക്കാട് കോൺഗ്രസ് ഓഫീസിലും ശനിയാഴ്ച തൃശൂർ DCC ഓഫീസിലും വീട്ടിലും പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. AICC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA, UDF കൺവീനർ MM ഹസൻ, മുതിർന്ന നേതാവ് VM സുധീരൻ, MP മാരായ TN പ്രതാപൻ, ബെന്നി ബഹന്നാൻ, P ബാലചന്ദ്രൻ MLA, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, കോർപ്പറേഷൻ മേയർ MK വർഗീസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ DCC ആസ്ഥാനത്തും വീട്ടിലുമെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആദ്യം വനം വകുപ്പിന്റെയും പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെയും ഔദ്യോഗിക ബഹുമതി നൽകി ആദരമർപ്പിച്ചു. തുടർന്ന് 3 മണിയോടെ കുറ്റൂർ MLA റോഡിലെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തി. സംസ്കാരത്തിനു ശേഷം വൈകിട്ട് തൃശൂർ നടുവിലാലിൽ സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. തൃശൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഡ്രൈവർ വെന്തു മരിച്ചു. പെരിങ്ങാവ് സ്വദേശി 47 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. സംഭവത്തിൽ വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ചേറൂർ ഗാന്ധിനഗർ അരിവാൾത്തോട് പാലത്തിനടുത്തു വെച്ചാണ് തീപിടുത്തമുണ്ടായത്. തീ കത്തുമ്പോൾ വഴിയരികിൽ ഒതുക്കിയിട്ട നിലയിലായിരുന്നു ഓട്ടോറിക്ഷ. പിറകിലെ സീറ്റിൽ വെന്തുമരിച്ച നിലയിലാണ് പ്രമോദിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തീപിടുത്തത്തിൽ ഓട്ടോ പൂർണ്ണമായും കത്തിനശിച്ചു. വിയൂർ പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകൂ. DNA പരിശോധനാ ഫലം വന്നതിനു ശേഷമേ മരിച്ചത് പ്രമോദാണ് എന്നത് സ്ഥിരീകരിക്കാനാകൂ എന്നും പോലീസ് വ്യക്തമാക്കി. എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. എടക്കളത്തൂർ സ്വദേശി 68 വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത്. എടക്കളത്തൂരിലെ വാടക വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കുടുംബ വഴക്കിനിടെ മകൻ 38-കാരനായ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു. തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത്. വെട്ടിയ വിവരം സന്തോഷ് തന്നെയാണ് പേരാമംഗലം പോലീസിനെ വിളിച്ചറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രമതി രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. പോലീസ് ആംബുലൻസ് വിളിച്ച് ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ മരിച്ചു. സന്തോഷിനെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 30ാം വേല ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം ഭക്തിഗാനാർച്ചന, ശ്രീഭൂതബലി, പടതോൾ മനയിലേക്ക് എഴുന്നള്ളിപ്പ്, പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് എന്നിവയുണ്ടായി. ഉച്ചതിരിഞ്ഞു നടന്ന കാഴ്ച ശിവേലിക്ക് കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യം അകമ്പടിയേകി.
വൈകിട്ട് പാണ്ടിമേളവും ഇരട്ടത്തായമ്പകയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ഊരാളൻ വിജയൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ശ്രീകുമാർ ഭട്ടത്തിരിപ്പാട്, മേൽശാന്തി മനോജ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം നൽകി. രണ്ടാം തവണയും 100 ദിന പരിപാടിയുമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2023-24 സാമ്പത്തിക വർഷത്തിൽ ആസൂത്രണം ചെയ്ത പദ്ധതികൾ സമയനിഷ്ഠയോടെയും കൃത്യതയോടെയും നടപ്പിലാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് 100 ദിന കർമ്മ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 100 ദിനം 100 പരിപാടി എന്നതാണ് ലക്ഷ്യം. എല്ലാ വാർഡുകളിലും വയോ ക്ലബ്ബുകളുടെ രൂപീകരണം, വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച 50 ലൈഫ് വീടുകളുടെ താക്കോൽദാന കർമ്മം, ലൈഫ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള വീടുകൾക്കുള്ള ഉപഹാര സമർപ്പണം, പുതിയതായി നിർമ്മിച്ച അംഗൻവാടികളുടെ ഉദ്ഘാടനം, വാർഡുകൾ തോറും MCF കേന്ദ്രങ്ങൾ, അങ്കണവാടി, ഭിന്നശേഷി വയോജന കലോത്സവങ്ങൾ, സോളർ, ക്യാമറ സംവിധാനങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയ നിരവധി പദ്ധതികളും പരിപാടികളുമാണ് 100 ദിനം കൊണ്ട് നടപ്പിലാക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഒപ്പം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിക്കും പുല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കും കാടത്തോടുകളുടെ നവീകരണം, പുതിയ 2 അംഗനവാടികളുടെ നിർമ്മാണത്തിനും ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണത്തിനും ഈ 100 ദിന പരിപാടിയിൽ തുടക്കം കുറിക്കും. 100 ദിന കർമ്മ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സെക്രട്ടറി റെജി പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ AS, നിജി വത്സൻ, മനീഷ മനീഷ്, മണി സജയൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത രവി, ICDS സൂപ്പർവൈസർ അൻസ എബ്രഹാം, VEO സിനി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കാർഷിക പ്രശ്നങ്ങളിൽ നീതിയുക്തമായി ഇടപെടുന്നില്ലെന്ന ആരോപണവുമായി ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച കർഷക അതിജീവന യാത്രയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. ബിജു പറയുന്നിലമാണ് ജാഥ നയിക്കുന്നത്. രൂപതാതല സ്വീകരണ ചടങ്ങിൽ പ്രസിഡന്റ് പത്രോസ് വടക്കുംചേരി അധ്യക്ഷനായി. രൂപതാ സെക്രട്ടറി ഡേവിസ് ഊക്കൻ, ട്രഷറർ ആന്റണി തൊമ്മാന, സംസ്ഥാന സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, ഡോക്ടർ ജോബി കാക്കശ്ശേരി, ഗ്ലോബൽ സെക്രട്ടറി ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. കൊടകരയിൽ നൽകിയ സ്വീകരണത്തിന് ഡേവിസ് തെക്കിനിയത്ത്, ഷോജൻ ഡി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. കോടാലിയിൽ നൽകിയ സ്വീകരണത്തിന് ജോസഫ് വാസുപുരത്തുകാരൻ നേതൃത്വം നൽകി. ക്രൈസ്തവർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ നീതിയുക്തമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നില്ല. സർക്കാർ, അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്ക കോൺഗ്രസ് നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് പുതുക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ പ്രിൻസ് പിണ്ടിയാൻ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ, അതിരൂപത AKCC പ്രസിഡന്റ് ജോഷി വടക്കൻ, ബിജു പറയനിലം, അതിരൂപത AKCC യൂത്ത് കോർഡിനേറ്റർ സിൻഡോ ആന്റണി, PG മനോജ്, ജോവിൻസ് എക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കണ്ടെത്തുക, കാർഷികോൽപ്പന്ന വിലത്തകർച്ച തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് യാത്ര നടത്തുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലാകായികമേള പുതുക്കാട് CG ഹാളിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, സജിത രാജീവൻ, VK മുകുന്ദൻ, മിനി ഡെന്നി പനോക്കാരൻ, ടെസി വിൽസൺ, സതി സുധീർ, BDO KK നിഖിൽ, ശിശു വികസന ഓഫീസർ ആശ മാത്യു, ഷീബ എൽ നാലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും MLA നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന ലൈല ദേവസിയുടെ കുടുംബത്തിന് മരണാനന്തര ധനസഹായം വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA വിതരണം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PG രഞ്ജിമോൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോയ് കാവിൽ, NT അന്തോണി, സാബു തടത്തിൽ എന്നിവർ പ്രസംഗിച്ചു.
വ്യാപാരികളുമായി ചേർന്ന് നിന്ന് വ്യാപാര സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്നവരുമായാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായി രണ്ട് പദ്ധതികൾ, ഒന്ന് ഭദ്ര പദ്ധതി, ഒന്ന് ഭദ്ര പ്ലസ് എന്ന നിലയിലുള്ള പദ്ധതി. നമ്മൾ കഴിഞ്ഞ 42 വർഷത്തോളമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഥവാ മർച്ചന്റ് അസോസിയേഷൻ എന്ന പേരിൽ തുടങ്ങി. കഴിഞ്ഞ 42 വർഷത്തോളമായി നമ്മുടെ ഈ കല്ലൂരിൻ്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അക്കാലങ്ങളിലെല്ലാം ഇല്ലാത്ത മാതിരി വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷത്തോളമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രൊഫസർ ഷാ ഇൻഷുറൻസ് ഫണ്ടിൽ അംഗമായിരുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗം മരണപ്പെട്ടു. ആ കുടുംബത്തിന് ഇന്ന് ഈ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മരണാനന്തര ധനസഹായത്തിലേക്ക് 5 ലക്ഷം രൂപ. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ രോഗനിർണയ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് അംഗം പി കെ ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. JHI ജോബി, JPHN ജയശ്രീ, MLFT ലിൻസി, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. സംയോജിത കൃഷി കൊടകര ഏരിയ സമിതി രൂപീകരണ യോഗം പുതുക്കാട് EMS സ്മാരക മന്ദിരത്തിൽ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷനായി. MR രഞ്ജിത്ത്, EK അനൂപ്, CM ബബീഷ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി PK ശിവരാമനെ ചെയർമാനായും MR രഞ്ജിത്തിനെ കൺവീനറായും തിരഞ്ഞെടുത്തു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുറിഞ്ഞിപ്പാടം പുഞ്ചിരി അങ്കണവാടി ഹാളിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേബ് മെഡിക്കൽ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം ക്ലാര ജോണി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ശാലിനി ജോയ് സെമിനാർ നയിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസേപ്പുകുട്ടി, KV ഷാജു, സുജാത ശശി, നിത്യ ബിജു, മിനി ലെനിൻ, VU ജോൺ, സൗമ്യ ഗിരീഷ്, NV സുരേന്ദ്രൻ, AV വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര വട്ടേക്കാട് തപോവനം ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ആരക്ഷക ഹോമവും ആദരണവും നടക്കും. രാവിലെ 9-ന് ആദരണ ചടങ്ങ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി പശുപതി കുമാർ പരസ് ഉദ്ഘാടനം ചെയ്യും. അശ്വിനി ദേവ് തന്ത്രി അധ്യക്ഷത വഹിക്കും. അഖില ഭാരതീയ യജ്ഞസമിതിയുടെ മുഖ്യ ആചാര്യനായി നിയമിതനായ അശ്വിനി ദേവ് തന്ത്രിയെയും മറ്റ് ആചാര്യന്മാരെയും ചടങ്ങിൽ ആദരിക്കും. ചലച്ചിത്ര താരങ്ങളായ സുരഭി ലക്ഷ്മി, നിഷ സാരംഗി എന്നിവർ പങ്കെടുക്കും. കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളെ KK രാമചന്ദ്രൻ MLA വീടുകളിലെത്തി ആദരിച്ചു. കാസർഗോഡ് നടന്ന കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ 100 മീറ്റർ ഓട്ടം, ഡിസ്കസ് ത്രോ, ലോങ് ജമ്പ് എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയ കടമ്പോട് സ്വദേശിനി ഇല്ലത്തുപറമ്പിൽ ഉഷാമാണി, 35 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ ഹാമർ ത്രോയിൽ 1ാം സ്ഥാനവും ഷോട്ട് പുട്ടിൽ 2ാം സ്ഥാനവും ജാവലിൻ ത്രോയിൽ 3ാം സ്ഥാനവും നേടിയ കടമ്പോട് ഇല്ലത്തുപറമ്പിൽ ജിതി സലീഷ് എന്നിവരെയാണ് ആദരിച്ചത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രാജൻ, CPI ലോക്കൽ സെക്രട്ടറി മോഹനൻ ചുള്ളിയിൽ, വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ഷാൻഡോ കൈത്താരത്ത് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ അംഗീകാരത്തിന് അർഹരായ പ്രതിഭകളെ നെല്ലായി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരിക്കുന്നു. ആദരം 2023 എന്ന പേരിൽ ശനിയാഴ്ച വൈകിട്ട് 4-ന് കൊളത്തൂർ കാവല്ലൂർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. സാന്ത്വനം ട്രസ്റ്റ് പ്രസിഡന്റ് NV പ്രസാദ് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ M പ്രസാദ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പൊതു അവധി ദിവസമായ ഡിസംബർ 25 ക്രിസ്തുമസ് ദിനത്തിൽ മ്യൂസിയങ്ങളും മൃഗശാലകളും തുറന്നു പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന മ്യൂസിയം മൃഗശാല ഡയറക്ടർ അറിയിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ KSASSന്റെ കീഴിൽ 2024 മാർച്ച് 31 വരെ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യനെ നിയമിക്കുന്നു. ഡിസംബർ 18-ന് ഉച്ചയ്ക്ക് 2-ന് സൂപ്രണ്ടിന്റെ ചേംബറിൽ നടത്തുന്ന അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. 10 ഒഴിവുകളാണുള്ളത്. ഡിഗ്രി, MLT ഡിപ്ലോമയാണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സിന് താഴെ. ബ്ലഡ് ബാങ്കിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മാസവേതനം 21,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ ആശുപത്രി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ
0487 2427778. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5730 രൂപ, പവന് 45,840 രൂപ. തലൂർ നന്ദിക്കര വീട്ടിൽ വറീദ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അന്നുവാണ് ഭാര്യ. മേഴ്സി, ലിസി, ലാലി, മിനി, ആൻറ്റു, പരേതനായ റോസ്ലി എന്നിവർ മക്കളും. വിൽസൺ, ലിപ്സി, പരേതരായ വർഗീസ്, ജോസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വനമന്ത്രിയുമായിരുന്ന KP വിശ്വനാഥന് രാഷ്ട്രീയ കേരളം വിട നൽകി. വനം വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾക്കു ശേഷം പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം. തൃശൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഡ്രൈവർ വെന്തു മരിച്ചു. പെരിങ്ങാവ് സ്വദേശി 47 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. സംഭവത്തിൽ വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. ഇടക്കളത്തൂർ സ്വദേശി 68 വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത്. മകൻ സന്തോഷ് അറസ്റ്റിൽ. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ വണ്ടിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 30ാം വേല ആഘോഷിച്ചു. രണ്ടാം തവണയും 100 ദിന പരിപാടിയുമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കാർഷിക പ്രശ്നങ്ങളിൽ നീതിയുക്തമായി ഉൾപ്പെടുന്നില്ലെന്ന ആരോപണവുമായി ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക അതിജീവന യാത്രയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലാകായികമേള പുതുക്കാട് CG ഹാളിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.